ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സെന്റൻസ്, ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം എന്നുള്ളതാണ്. മാളികപ്പുറം എന്താണ്, ഇവിടുത്തെ തിയേറ്റേഴ്സിൽ അതുണ്ടാക്കിയ ഓളം എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ്. പക്ഷെ മലയാളത്തിൽ മാത്രമല്ല, ഒരുപാട് അഭിമാനത്തോടെ ഒരു മലയാളി എന്നുള്ള രീതി ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിൽ ഇരുന്നിട്ടും ഇത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ ഉണ്ടായിരുന്ന അതേ സെൻസേഷൻ ആയിരുന്നു ഇത് അവിടെയും. ഞാനിപ്പോൾ കൂടുതൽ തെലുങ്ക് സിനിമകളാണ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ആദ്യത്തെ തെലുങ്ക് സിനിമ അല്ലു അർജുൻ ഗാരു പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ ഓൺ ബാനറായ ഗീത ആർട്സ് ആണ് അവിടെ മാളികപ്പുറം റിലീസ് ചെയ്തത് തന്നെ. അത്രയും വലിയൊരു റിലീസായിരുന്നു, അത്രയും വലിയൊരു സെൻസേഷൻ ആയിരുന്നു. വിപിൻ ബ്രോ പറഞ്ഞു, നിനക്ക് ഇവിടുന്നാണ് ഇത്രയും മാത്രം കഥ എന്ന് ചോദിച്ചത് വളരെ അതിലൊരു അതിശയോക്തിയില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തീവ്രമായ ഇന്റൻസിറ്റിയോടുകൂടിയാണ് അദ്ദേഹം സിനിമ ഇപ്പൊ കാണുന്നത്. മാളികപ്പുറത്തിന് മുമ്പുള്ള അഭിലാഷം എനിക്ക് അറിയാം. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഹങ്കർ കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. മാളികപ്പുറം. പിന്നെ അഭിലാഷിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, അഭിലാഷ് എൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ കുരിക്കാനാണെങ്കിൽ അഭിലാഷ് ചോറ്റാനിക്കര ആ ഭാഗത്ത് അഭിലാഷ് താമസിക്കുന്നത്. എന്തായാലും ഈ പടം വമ്പൻ ഹിറ്റായി മാറട്ടെ. ഇത് നമ്മുടെ വിനയൻ സാറ് പറഞ്ഞ പോലെ സാറൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഈ പടത്തിന് എന്താ പറയുക, ഈ സുമതി വളവ് വമ്പൻ ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും വന്നു, എല്ലാവരും നല്ലത് പറഞ്ഞു. ഇതിൽ ആദ്യമേ പറയേണ്ട ഒരു കാര്യമാണ്, കുറച്ച് ലിസ്റ്റിൽ വിട്ടുപോയതാണ്. നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഈ ഒരു ഞങ്ങളെ കാണിച്ച ടൈറ്റിൽ ലോഞ്ചിന്റെ വീഡിയോയിലെ ശബ്ദം, അത് ഞങ്ങൾക്ക് ആര് ചെയ്താൽ നന്നാവും എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ എടുക്കുന്ന കൂട്ടത്തിലാണ് വിഷ്ണു ഗീത ചേച്ചിയുടെ കാര്യം പറയുന്നത്. മാത്രമല്ല ചുരുളിയിലെ ആ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ചേച്ചിയെ ഇതേപോലെ തന്നെ ഫോണിൽ വിളിച്ച്, ചേച്ചി ഇതേപോലെ ഒരു സംഭവം എനിക്ക് ഡബ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ചേച്ചി വന്ന് എനിക്കത് ചെയ്തു തന്നു, ഞങ്ങൾക്കത് ചെയ്തു തന്നു. അപ്പൊ ചേച്ചിക്ക് സത്യം പറഞ്ഞ ഒരു ഭാഷ നന്ദി പറയുകയാണ്. ചേച്ചി എൻ്റെ അടുത്ത് സാധാരണ നമ്മളെ ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഞാൻ ഈ പടത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കും. അതുപോലും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. വലിയ സന്തോഷമുണ്ട് ചെയ്തു തന്നതിന്. ചേച്ചിയെ സ്റ്റേജിലേക്ക് വിളിക്കാൻ അവിടെ ഉണ്ടാവും. ഇതിന് മാത്രം കഥ ഇവിടെ നടക്കും. എന്തായാലും വളരെ സന്തോഷം. അഭിലാഷ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇടപ്പള്ളിയിൽ ഞങ്ങൾ ഒരു കോഴിയുടെ നേർച്ച ചെയ്യുന്ന സമയത്താണ് അല്ലിലാണ് ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള പരിചയമാണ്. എല്ലാ സിനിമകളും വിളിച്ചു പറയാറുണ്ട്. സന്തോഷം നിന്റെ ഇങ്ങനെ വളർച്ചയിൽ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവിടെ ആരോ പറഞ്ഞു അവൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം. പക്ഷെ എഴുത്തുകാരിൽ സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്ന ലെവലിലേക്ക് അഭിലാഷ് പിള്ള എന്ന് പറഞ്ഞാൽ കണ്ടാൽ തിരിച്ചറിയുന്ന ലെവലിലേക്ക് എത്തിച്ച ആളാണ്. സെലിബ്രിറ്റി റൈറ്ററാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് അതിൽ. എന്തായാലും ഈ സിനിമ ഗംഭീരമാവട്ടെ. അനാമികയായിട്ട് വന്നിട്ട് അനാമികയുടെ മാത്രമല്ല ഇപ്പൊ മൂന്നാമത്തെ കക്ഷിയാണ് കൂടെ. അടുത്ത പടത്തിൽ മനസ്സിലാവും. അതിനുശേഷം പിന്നെ നമ്മുടെ ചാത്തന്റെ ഒപ്പം വന്ന് നമ്മളെ വീണ്ടും പേടിപ്പിച്ചു. ഇതിപ്പോ എന്താണ് ചേട്ടാ, സുമതിയൊപ്പം വന്നിട്ട് പേടിപ്പിക്കാനാണോ ചേട്ടന്റെ പ്ലാൻ? കഥ കഥയൊക്കെ അറിയാം. 2018 കാറിന്റെ അടുത്ത് വെച്ചാണ് കഥ കേൾക്കണം. അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുമ്പോൾ നല്ല മഴയത്തിൽ വണ്ടിക്കാത്തിട്ടാണ് അർജുന് പറയുന്നത്. അന്ന് ഈ കഥ കേട്ടപ്പോൾ എന്റെ ആദ്യം പറഞ്ഞ ചേട്ടൻ ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്യട്ടെന്ന് ചോദിച്ചു. പിന്നെ എന്നെ വിളിച്ചില്ല ഒരു 1.5 വർഷത്തോളം. അതിന് കാരണം മറ്റൊന്നുമല്ല, എല്ലാത്തിനും അതിന്റെ സമയമുണ്ടെന്ന് അന്ന് തുറന്നു പറയാം. അന്ന് ആ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ മുതൽമുടക്കുണ്ട്. അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ്. ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ല. പക്ഷെ ഇന്ന് അർജുനെ ആയാലും ഞങ്ങളെയായാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിലൊരു ഏകദേശം ഒരു 6 വർഷത്തിന്റെ ഗ്യാപ്പ് വന്നു. 6 വർഷവും ആ കഥ ചെയ്യാമെന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് സംസാരിക്കുന്നതാണ് അർജുന. പിന്നെ ലാസ്റ്റ് പടത്തിലൂടെ സെറ്റാക്കി. അപ്പൊ എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ടൈറ്റിൽ വന്നതാണ്. അപ്പോൾ വളരെ സ്പെഷ്യൽ ഡേ ആണ്. സുമതി വളവ് തുടങ്ങാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ്. കാരണം
ഇതിൻ്റെ കുറേ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് വഴിയെ പറയുന്നതാണ്. ഇപ്പോൾ കൊള്ളാത്തുള്ള രഞ്ജിൻ്റെ കൊള്ളാത്തവരെ ഇല്ല, കുഴപ്പമില്ല. ഞങ്ങൾ നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്താലും തിരുവനന്തപുരത്ത് വെച്ച്, അപ്പോൾ പിന്നെയും മറക്കുകയില്ല. പക്ഷേ കുഴപ്പമില്ല, കറക്റ്റായിട്ട് നോക്കിച്ചു. വളരെ സന്തോഷം. അപ്പോൾ ഇതേ സപ്പോർട്ട്, ഇതേ സ്നേഹം തുടർന്നുമ്പോൾ വേണം. ഞങ്ങളുടെ പടം മാത്രമല്ല, ഈ ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഇതിലേക്ക് സ്വീകരിക്കുക. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഹീറോ ഉള്ളതുകൊണ്ട് അർജുനോട് ഞാൻ ചോദിക്കാം, അർജുനോട് ചോദിക്കാൻ പോലെ ഇതിന്റെ ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ ബാക്കി കാസ്റ്റ് ഇതിൽ ഞാനുണ്ട് എന്നുള്ളത് എനിക്ക് ഓക്കെയാണ്. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ എന്നാ അഭിഷേകം നമുക്ക് അവരൊന്ന് ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? ഇപ്പൊ എന്തായാലും ഡയറക്ടർ ഉണ്ട്, റൈറ്റർ ഉണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട്, ഹീറോ. കാസ്റ്റിലേക്ക് അഭിലാഷേട്ടൻ വിളിക്കും. ഞാനിപ്പോൾ എൻ്റെ ടീമിനൊന്നും ഞാൻ വിളിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ എൻ്റെ പടത്തിന് ഇപ്പോൾ DOP ചെയ്യാനായിട്ട് മാളിന്യ കൃഷ്ണനായിരുന്നു. 20 വർഷം ഞാൻ തമിഴിൽ നിന്നൊരു DOPനെ കൊണ്ടുവരികയാണ്. അദ്ദേഹം ലവ് ടുഡേ എന്നുള്ള സിനിമയ്ക്ക് ശേഷം ലവ് ടുഡേ സഭാനായകൻ ഇപ്പോൾ വിജയ് സേതുപതിയുടെ നമ്മുടെ ആർട്ട് ചെയ്യുന്നത് നമ്മുടെ അജയ് മങ്ങാട് ചേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അജയന്റെ സിനിമകളുടെ പേര് പറയാൻ തുടങ്ങിയ ഈ പരിപാടി നമ്മളിപ്പോൾ ഇന്നത്തെ നൈറ്റ് പോലെ എല്ലാവർക്കും അറിയാം അജയേട്ടനെ. അജയേട്ടൻ അറിയുമോ? ശിവം ഷാജി കൈലാസ് സാറിൻ്റെ പിന്നെ ബാലകൻ ചെയ്തു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ്. എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, സന്തോഷമുണ്ട്, ടെൻഷനുണ്ട്, എന്താ പറയേണ്ടതെന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലകൻ്റെ മോളായിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ സാമൂഹ്യത്തിൽ അഞ്ചലിലേക്കാണ്. അപ്പോൾ ഞാൻ ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുന്നത് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ അഭിലാഷേട്ടൻ സുമതി വളവായിട്ട് വന്നത്. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ, ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ അഭിലാഷേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത്. മനസ്സിലായി കൂടുതൽ കുഴപ്പമൊന്നുമില്ല. ഇത്രയും നേരം ത്രൂ ഔട്ട് നമ്മുടെ ഓഡിയൻസായി ഇവിടെ ഇരുന്ന് സുമതി വളവിന് ആശംസകൾ അർപ്പിച്ച എല്ലാവർക്കും നമ്മൾ ത്രൂ ഔട്ട് എൻകറേജ് ചെയ്ത എല്ലാ ഓഡിയൻസിനും ഒരു ബിഗ് താങ്ക്സ്. സോ ദ എൻറ്റയർ ടീമിൻ്റെ പേരിൽ ഇവരുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ